നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, കഴിക്കാൻ എടുത്തു വെക്കട്ടെ. നീ വരാത്തോണ്ട് മാമനും കഴിച്ചില്ല. എനിക്ക് ഇപ്പൊ ഒന്നും വേണ്ടമ്മേ, കുറച്ച് കഴിയട്ടെ. നീ രഘുവിനെ വിളിച്ചു നോക്കിയോ? അവനെ അയാൾ എടുക്കുന്നില്ല. അവരെല്ലാവരും ഒരു കൂട്ടാണെന്നേ. ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കിയതും അന്തസ്സായി പ്രസവ ചെലവിനുള്ള പണം എത്തിച്ചതൊന്നും അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താനും പരിഹസിക്കാനുള്ള ഒരു കഥാപാത്രമായിരിക്കും. അതാണ് അയാൾക്ക് ഇഷ്ടം. ഇന്ദ്രനെ ഞാൻ സഹായിച്ചപ്പോൾ അവൻ എന്നെ അംഗീകരിച്ചല്ലോ. അതും ഇയാൾക്ക് ക്ഷീണമായിട്ടുണ്ട്. അതൊക്കെ നിന്റെ തോന്നല വിനയ. രഘു എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും. അല്ലെങ്കിൽ നീ വിളിച്ച ഫോൺ എടുക്കാതിരിക്കോ? അയാൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നെങ്കിലും ഒരിക്കലും എന്റെ സഹായം അയാൾക്ക് വേണ്ടി വരും. ചിലപ്പോ രഘു നിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കുമായിരിക്കും. വിനയാ, ഞാൻ നാളെ ഒന്ന് മോനെ പോയി കണ്ടാലോ എന്ന് വിചാരിക്കുക. അവിടുത്തെ കാര്യങ്ങൾ അറിയാതെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നു. അവിടുത്തെ കാര്യങ്ങൾ എന്തറിയാനാടാ? നിന്റെ മോനെ അവര് പൊന്നു പോലെ നോക്കും. ചീരുവിനും അവിടെ ഒരു കുറവും ഉണ്ടാവില്ല. അതല്ലേ നിനക്ക് വേണ്ടു. ആർച്ചമോളെ കുറിച്ചും ഭദ്രമോളെ കുറിച്ചും നീ ആലോചിക്കാറ് പോലും ഇല്ലല്ലോ. എന്റെ അമ്മ, അവരൊരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെയാണോ മോന്റെ കാര്യം? അവനെ അവന്റെ അമ്മയെ നല്ലതുപോലെ പരിചരിക്കാനാ നമ്മൾ 1.5 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുത്തത്. അത് അവർ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഫോൺ എടുത്ത് കാര്യങ്ങൾ പറയാനുള്ള സാമാന്യ മര്യാദ അവർക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ അമ്മ എന്തിനാ ഈ ആർച്ച മോളുടെയും പത്രം മോളുടെയും കാര്യം പറയുന്നത്? അവര് നിന്റെ മക്കള് തന്നെ അല്ലടാ വിനയ. മക്കള് ഒരിക്കലും നീ അവരെ കുറിച്ചൊന്നും പറയാറില്ലല്ലോ. ഇടാ, അപ്പം ഞങ്ങളെങ്കിലും ആ മക്കളെ കുറിച്ച് നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? മാമൻ എന്തുകൊണ്ടും എൻ്റെ അമ്മയുടെ ചേട്ടൻ തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ എനിക്കിപ്പോൾ ഒരു വ്യക്തിത്വം ഇല്ലാതായിരിക്കുക. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ കുറ്റവും കുറവും പറഞ്ഞ് അതിനെ നേരിടുക. അതാണോ വേണ്ടത്? എൻ്റെ പാളിച്ചകൾ നല്ല രീതിയിൽ പറഞ്ഞു തന്ന് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടത്തിത്തരുമല്ലോ വേണ്ടത്. അതെ, നിനക്കിപ്പോ എന്താ വേണ്ടേ? പഞ്ചരത്നത്തിൽ വിളിച്ച് ചീരുവിന്റെ മോന്റെ വിശേഷം അറിയണം, അതല്ലേ? ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചാൽ ചിലപ്പോ ചീരു ഫോൺ എടുക്കുമായിരിക്കും. ഈ ഫോൺ എടുക്കുവാണെങ്കിൽ വിശേഷം ചോദിച്ചാൽ മാത്രം പോരാ. നാളെ മോനെ കാണാൻ വിനയൻ അങ്ങോട്ട് വരുവാണെന്നും കൂടി പറയണം. എനിക്ക് എൻ്റെ മോനെ ഉടനെ കണ്ടേ പറ്റൂ. ഇതിന്റെ പേര് ദുർവാശി എന്ന വിനയാ. ഇത് നിന്റെ വ്യക്തിത്വം പാടെ ഇല്ലാതാക്കുകയുള്ളൂ. എടാ, നിന്റെ ഫോൺ പോലും എടുക്കാത്തവരുടെ മുമ്പിലേക്ക് ഇനി നീ പോകുന്നത് എന്തെങ്കിലും ഒരു മാറ്റത്തോടെ ആയിരിക്കണം. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയമോ മാറ്റമോ ഉണ്ടായതായി അവരെ അറിയിക്കാനാവണം. അപ്പോ അവർക്ക് നിന്നോടൊരു മതിപ്പും ബഹുമാനവും ഉണ്ടാവും. അല്ലാതെ പോയാ എടാ, നിന്നെ ഒരു ശല്യമായിട്ടേ അവർ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണല്ലേ? അതായത് എൻ്റെ ജീവിതത്തിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു മാറ്റവും വളർച്ചയും ഉണ്ടാവണം അല്ലേ? അതോടെ ഞാൻ അംഗീകരിക്കപ്പെടുമെങ്കിൽ ഇനിയിപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കാം. വിനയൻ മനസ്സ് വെച്ചാൽ മാറാനും ജയിക്കാനും പറ്റുമെന്ന് മാമനും അമ്മയ്ക്കും അറിയാലോ. ഇല്ലേ? അതാ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്.